ഇനി നമ്മൾ തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ അവിടെ മുളക് പൊടി വാരിയെറിഞ്ഞ ഒരു കവർച്ച നടത്തി. അംഗനവാടി ജീവനക്കാരിയായിട്ടുള്ള ആ അധ്യാപികയുടെ മാലയാണ് പൊട്ടിച്ചെടുത്തത്. എന്തിനായിരുന്നു ആ മാല മോഷണം? അതും ലഹരിക്ക് വേണ്ടി. ഒരു പെൺകുട്ടി ഉൾപ്പെടുന്ന സംഘമാണ് ഈ മാല മോഷണത്തിന് പിന്നിൽ. മോളി ജോർജ് എന്നാണ് ആ അംഗനവാടി ജീവനക്കാരിയുടെ പേര്. അംഗനവാടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് മോളി ജോർജ്. ഒരു യുവതിയും രണ്ട് ആൺ സുഹൃത്തുക്കളും ചേർന്നാണ് ഈ അതിക്രമം നടത്തുന്നത്. ഈ അംഗനവാടി ജീവനക്കാരിയായിട്ടുള്ള മോളി ജോർജ് ഇങ്ങനെ നടന്നു പോകുന്നു. റോഡരികിൽ സംസാരിച്ചുകൊണ്ടിരുന്ന യുവതിയും രണ്ട് യുവാക്കളെയും ഇവർ കാണുന്നുണ്ട്. ഈ യുവതിയെ ഒരു പരിചയമുണ്ടായിരുന്നു മോളി ജോർജിന്. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. പ്രതികളെ തിരിച്ചറിയാൻ സാധ്യമായത് അതുവഴിയാണ്. ഇനി ഇവരിൽ ഒരാൾ ഈ മോളി ജോർജ് നടന്നു പോകുന്നു. പിന്നാലെ എത്തി മുളക് പൊടി മോളിയുടെ കണ്ണിലേക്ക് വാരിയെറിയുകയാണ്. തൽക്ഷണം മോളിക്ക് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെടുന്ന കാഴ്ച. ഉടൻ തന്നെ 3 പവന്റെ മാലയാണ് അവർ പൊട്ടിച്ചെടുത്തത്. 3 അംഗ സംഘത്തിലെ ഈ യുവതിയെ അംഗനവാടി ജീവനക്കാരി തിരിച്ചറിഞ്ഞതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. മോളി അക്കാര്യം വിശദീകരിക്കും. അംഗനവാടിയിൽ ജോലി കഴിഞ്ഞ് ഭയങ്കര പാടത്ത് വെച്ച് 2-3 അവിടെ ഒരു പറമ്പിൽ 3 പേര്, 2 പയ്യനും ഒരു പെൺകുട്ടിയോട് വർത്താനം പറയുന്നത് കണ്ടു. അത് കഴിഞ്ഞ് 3 വണ്ടികൾ വന്നപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ സൈഡ് ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് വണ്ടി പോയതിന് ശേഷം അതിൻ്റെ ഒരു പയ്യൻ പിന്നാലെ വന്നുകൊണ്ട് ഇങ്ങനെ അത് ഫോൺ ചെയ്തോണ്ട് വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കടാ ഞാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ഫോൺ ചെയ്ത് വരണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇങ്ങനെ മുളക് പൊടി ഇങ്ങനെ കണ്ണിലേക്ക് ഇട്ടുകൊണ്ട് പിന്നീട് പോവാണ്. അതായത് ഈ മോളി പറയുന്നത് പോലെ ഈ മോളിയുടെ മുഖത്ത് ഈ മുളക് പൊടി വാരിയെറിയുന്നു. അപ്പോൾ നിലവിളിച്ചു. നാട്ടുകാർ ഓടിയെത്തി. നാട്ടുകാർ പാലൊഴിച്ച് മുഖത്ത് നിന്ന് ആ മുളക് പൊടി നീക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയ്ക്ക് ഇടയിൽ മോളി ഒരു മിന്നായം പോലെ അവരെ കണ്ടു. ആ പ്രതികൾ ഒരു വിധത്തിൽ ആ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മുളക് പൊടി ഉറിഞ്ഞിടനെ ഉടൻ തന്നെ മുഖം ഒന്ന് തുടച്ച ശേഷം മോളി ഒന്ന് കണ്ണ് തുറന്ന് നോക്കി, ആ പ്രതികളെ നോക്കി. അപ്പോൾ കണ്ടത് എന്താണ്? അവർ വിജനമായിട്ടുള്ളൊരു പ്രദേശത്തേക്ക് ഓടിപ്പോകുന്നതാണ് മോളി. സംശയം എന്ന് വെച്ചാൽ അവിടെ വർത്താമാനം പറഞ്ഞ് എന്തെങ്കിലും ഒരു അഞ്ജന എന്ന് പറഞ്ഞ പെൺകുട്ടീനെയാണ് പയ്യന്മാരറിയില്ല. എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. പൊട്ടിക്കാൻ വന്ന ഒരു പയ്യൻ മാത്രം വന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എന്തിനാണ്? ലഹരി വാങ്ങാനുള്ള പണം അത് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. പേര് വൈന്തല സ്വദേശി അഞ്ജനയാണ്. ഇതിൽ കൂടെ 2 ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത ഒരു ആൺ സുഹൃത്ത്, മറ്റൊരു ആൺ സുഹൃത്ത്. ഇവർ 3 പേരാണ്. കാരണം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് പറയുന്നത് ഇത് തന്നെയാണ്. ലഹരി ഉപയോഗിക്കാനുള്ള പണം കണ്ടെത്താൻ വേണ്ടി മുളക് പൊടിയെറിഞ്ഞ മാലമോഷണം.